തന്റെ മകനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തി അർഹമായ ശിക്ഷ നൽകണമെന്ന കോഴിക്കോട് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൂരജിന്റെ പിതാവ്. മകന് നേരെ നേരത്തെയും ഭീഷണിയുണ്ടായിരുന്നു. അതിനെപ്പറ്റി തന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് നിന്നും ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി മരണപ്പെട്ട സൂരജിൻ്റെ പിതാവ് ബോബി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന് ഈ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് സൂരജിന് പറ്റിയത് ഇന്നലെ? എൻ്റെ മോനെ കുറേ ആളെല്ലാവരും കൂടി കൂടിയിട്ട് മർദ്ദിച്ചു കൊന്നതാണ്. ഒരാൾക്കൂട്ട മർദ്ദനാണ്. ശക്തമായിട്ടുള്ള അന്വേഷണമാണ്, സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം എന്തായാലും ഇതിൽ വേണം. ആരൊക്കെയാണോ അവനത് ചെയ്തെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണം. ഇനി ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി വരരുത്. അതാണ് എനിക്കിപ്പം ഈ അവസരത്തിൽ പറയുന്നത്. ആരെങ്കിലുമൊക്കെ ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നേരത്തെ പരിചയമുള്ള ആളുകളൊക്കെ ആണോ? ഈ അവന് പല സ്ഥലത്തുനിന്നും ഭീഷണികളൊക്കെ ഉണ്ടാവലുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് പറയലുണ്ട് എന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. ആരാന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല, ഇവിടെ ഒന്നും പറയല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയലുണ്ട്. പക്ഷെ ഇത് ഈ ഒരുപാട് കുറേ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഒറ്റയ്ക്കാണ് എൻ്റെ മോനായിപ്പോയത്. എല്ലാവരും കൂടി കൂടിയിട്ട് ആ കുട്ടീനെ മർദ്ദിച്ച് കൊന്നതാണ്. നല്ലൊരു സത്യസന്ധമായിട്ടൊരു അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രതികളെയും കിട്ടും. ശക്തമായിട്ടുള്ളൊരു അന്വേഷണം ഇതിൽ നടത്തിയിട്ട് ആരൊക്കെയാണോ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ വാങ്ങും. കുറച്ച് ആളുകൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അവരെ നമുക്ക് പരിചയമുള്ള ആളുകളാണോ? അല്ല, എനിക്ക് പരിചയമില്ല. ഞാനിപ്പോൾ അവരൊന്നും അറിയുന്ന ആളുകളല്ല. നേരത്തെ ഭീഷണി ഉണ്ടാവും എന്ന് പറഞ്ഞ സമയത്തെ ഈ മോൻ ആരുടെ പേരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? പേരുകളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ തല്ലാനും പിടിക്കാനൊക്കെ ഇങ്ങനെ വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പറയലുണ്ട്. ആരാണ് എന്താണെന്നുള്ളതൊന്നും പറയല്ല, ആരാന്നുള്ളതൊന്നും അറിയില്ല. ഇന്നലെ നിങ്ങളൊക്കെ ആ സ്ഥലത്തുണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത്? സ്ഥലത്ത് ഞാൻ വീട്ടിലാണുള്ളത്, ഇവിടെയാണുള്ളത്. എന്നോട് ഇവിടുന്ന് രണ്ടാളുകൾ വന്ന് പറഞ്ഞതാണ്, ഞങ്ങളെ മകനെ ഒരു കാറിലിട്ടിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, വേഗം പോയി നോക്കണം എന്ന് പറഞ്ഞ സമയത്ത് പോയി നോക്കുമ്പോഴൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ അവൻ്റെ മൃതശരീരമാണ് കാണാൻ പറ്റിയത്. ശരി, കുറ്റക്കാരായ ആളുകൾക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. നേരത്തെയും സൂരജിന് ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സൂരജിന്റെ കുടുംബം, അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്.